തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും പുതിയ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കും വഴിയൊരുക്കിക്കൊണ്ടാണ് മുൻ BJP സംസ്ഥാന അധ്യക്ഷനും മുൻ IPS ഉദ്യോഗസ്ഥനുമായ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് കർണാടകയിലെ ഏറ്റവും ജനപ്രിയരായ IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അണ്ണാമലൈ. ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന ശൈലിയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനാക്കി. എന്നാൽ യൂണിഫോമിലൂടെ മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റം കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ സർക്കാർ സേവനം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. 2020 അദ്ദേഹം BJPയിലേക്ക് ചേർന്നത്. അന്ന് തമിഴ്നാട്ടിൽ BJPക്ക് വലിയ രാഷ്ട്രീയ അടിത്തറ ഉണ്ടായിരുന്നില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനത്ത് ദേശീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായി വളരാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അണ്ണാമലൈയുടെ വരവോടെ സ്ഥിതി മാറിത്തുടങ്ങി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു എൻ മണ്ണ് എൻ മക്കൾ പദയാത്ര. തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച അദ്ദേഹം കർഷകരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും സാധാരണ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. ഈ യാത്രയിലൂടെ BJPയുടെ സന്ദേശം ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയ നിരീക്ഷകർ പോലും അന്ന് അഭിപ്രായപ്പെട്ടത് തമിഴ്നാട്ടിൽ BJPയുടെ മുഖമായി അണ്ണാമലൈ മാറിയെന്നാണ്. അതേസമയം ഭരണകക്ഷിയായ DMKക്കെതിരെ ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു അണ്ണാമലൈ. അഴിമതി ആരോപണങ്ങൾ, ഭരണപരമായ വീഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായി മാറി. എന്നാൽ രാഷ്ട്രീയ വിജയങ്ങൾക്കിടയിലും പാർട്ടിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിലുള്ള സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും സംസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള തീരുമാനങ്ങൾ ആവശ്യമാണെന്നുമാണ് അണ്ണാമലൈയുടെ വിലയിരുത്തലുകൾ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാർട്ടി നേതൃത്വമായി അദ്ദേഹത്തിനിടയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഒടുവിൽ പാർട്ടിയുടെ നിലപാടുകളും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ചത്. ഈ രാജി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. കാരണം BJPയുടെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് അണ്ണാമലൈ എന്ന വിലയിരുത്തൽ വ്യാപകമായിരുന്നു. രാജിക്ക് പിന്നാലെ തന്നെ അദ്ദേഹം പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. വി ദ ലീഡേഴ്സ് എന്നാണ് പുതിയ സംരംഭത്തിന്റെ പേര്. ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, സാങ്കേതിക വിദ്യയെ ജനക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുക, അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുക, മികച്ച ഭരണ സംവിധാനം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമായി ആരംഭിക്കുകയാണെങ്കിലും ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാമെന്നും അണ്ണാമലൈ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ശക്തിയുടെ ഉദയത്തിനാണ് സാധ്യതകൾ തെളിയുന്നത്. അണ്ണാമലൈയുടെ രാജിക്ക് പിന്നാലെ BJPയിലെ ചില നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയിൽ പറ്റിയിട്ടുണ്ട്. ഇത് BJPക്ക് സംസ്ഥാനത്ത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളും ഉയർന്നിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ മറ്റൊരു പുതിയ രാഷ്ട്രീയ ശക്തിയായി ഉയരാൻ ശ്രമിക്കുന്നത് നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്ടിക്കഴകമാണ്. സിനിമയിലൂടെ വലിയ ആരാധക പിന്തുണ നേടിയ വിജയ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ സാന്നിധ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ അടുത്ത ഏതാനും വർഷങ്ങളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് കടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരമ്പരാഗത DMK മത്സരത്തിനൊപ്പം അണ്ണാമലൈയും വിജയും പുതിയ തലമുറയുടെ രാഷ്ട്രീയ പ്രതിനിധികളായി മാറുമോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. അണ്ണാമലൈയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജനപ്രീതിയാണ്. രാഷ്ട്രത്തെക്കാൾ മുൻപ് തന്നെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനൊപ്പം യുവാക്കൾക്കിടയിലെ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ അനുകൂല ഘടകമാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിപ്പിക്കാൻ ജനപ്രീതി മാത്രം മതിയാകില്ല. ശക്തമായ സംഘടനാ സംവിധാനം, തദ്ദേശതല നേതാക്കൾ, സാമ്പത്തിക പിന്തുണ, പ്രവർത്തകരുടെ ശൃംഖല, തെരഞ്ഞെടുപ്പ് യന്ത്രം എന്നിവയും അത്ര തന്നെ പ്രധാനമാണ്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ പുതിയ പാർട്ടികൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. മുൻപ് നിരവധി നേതാക്കൾ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും എല്ലാവർക്കും വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അണ്ണാമലൈയുടെ കാര്യത്തിൽ സാഹചര്യം അല്പം വ്യത്യസ്തമാണെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. കാരണം അദ്ദേഹത്തിന് യുവജന പിന്തുണയും ശക്തമായ പൊതുചിത്രവും ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിരവധി യുവാക്കൾ അദ്ദേഹത്തിന്റെ പുതിയ നീക്കത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്.
പഴയ രാഷ്ട്രീയ രീതികൾക്ക് പകരം വികസനത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയം അദ്ദേഹം കൊണ്ടുവരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവസാനം ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്: അണ്ണാമലയുടെ പുതിയ രാഷ്ട്രീയ സംരംഭം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമോ, അതോ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയൊരു പരീക്ഷണമായി മാത്രം ചരിത്രത്തിൽ ഇടം പിടിക്കുമോ? അതിന്റെ ഉത്തരമറിയാൻ ഇനി കാത്തിരിക്കേണ്ടത് തമിഴ്നാട്ടിലെ ജനവിധിക്കായിരിക്കും. കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെയും അന്തിമ വിജയത്തിനും പരാജയവും തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അടുത്ത തിരഞ്ഞെടുപ്പുകൾ അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെയും നിർണയിച്ചിരിക്കും.